കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിന്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ കാഷ്നട്ട്സ് കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഈ നെയ്യിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ആ നെയ്യിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് നല്ല ക്രിസ്പായിട്ട് വരും. അതുപോലെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ റവ ഈ പാനിൽ നിന്ന് മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാനിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ നോക്കുക. മധുരം കൂടുതൽ വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ റവ വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ഓൾറെഡി നെയ്യിൽ വറുത്ത് വെച്ചതാണ് ഈ ഒരു റവ. നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അതൊന്ന് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1/2 മുതൽ 1/4 കപ്പ് വരെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മിക്സിന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ചൂടാറി തണുത്ത് പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഒരുപാട് ചൂടാറി തണുത്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറു ചൂടോടെ മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് പിടിച്ചെടുത്താൽ മാത്രം മതി. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കിയിട്ടൊന്ന് എടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3 മുതൽ 4 വരെ ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.